ഞാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരിക്കുമ്പോൾ ഞങ്ങൾ നേരിട്ട വലിയൊരു വെല്ലുവിളിയുണ്ട്. അത് എത്രമാത്രം ജനങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. കാരണം IFFK പോലെ തന്നെ IDSFFK എന്ന് പറഞ്ഞിട്ട് നടത്താറുണ്ട്, ഡോക്യുമെൻ്ററി ഫെസ്റ്റിവൽ നടത്താറുണ്ട്. എല്ലാ വർഷവും ഈ ഡോക്യുമെൻ്ററി ഫെസ്റ്റിവലുകളിൽ ഗംഭീരമായ ഡോക്യുമെൻ്ററികൾ നമ്മളവിടെ പ്രദർശിപ്പിക്കാറുള്ളതാണ്, ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും. ആനന്ദ് പട്വർദ്ധൻ്റെയൊക്കെ എല്ലാ ഡോക്യുമെൻ്ററികളും. പക്ഷേ എല്ലാ കാലത്തും ആനന്ദ് പട്വർദ്ധൻ്റെ ഡോക്യുമെൻ്ററി സർക്കാർ നിരോധിക്കും. അത് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ആദ്യകാലത്ത് കോൺഗ്രസ് ഭരിക്കുമ്പോഴുണ്ടായിട്ടുള്ളതാണ്. ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററി എല്ലാം നിരോധിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സെൻസർഷിപ്പ് ഇല്ലാതെയാണ് ഈ ഡോക്യുമെൻ്ററികളും അല്ലെങ്കിൽ ഫിലിമുകളൊക്കെ പ്രദർശിപ്പിക്കുന്നതെന്ന് പറയുമ്പോഴും സത്യത്തിൽ INB മിനിസ്റ്ററുടെ പെർമിഷൻ വേണം. നമ്മളിവിടെ അവിടെ നിന്ന് പ്രദർശിപ്പിക്കുന്ന എല്ലാ സിനിമകളും INB മിനിസ്ട്രിയിലേക്ക് അതിൻ്റെ സിനോപ്സിസും കാര്യങ്ങളും ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുകയും ആ പെർമിഷൻ കിട്ടുന്ന ഡോക്യുമെൻ്ററികൾ മാത്രമേ പ്രദർശിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ചെയർമാനായിരിക്കുന്ന സമയത്ത് IDFFK നടക്കുമ്പോൾ 4 വർഷവും ഈ സെൻസർഷിപ്പ് കാരണം പ്രദർശിപ്പിക്കാൻ പറ്റാതെ പോയ സിനിമകളുണ്ട്. ആനന്ദ് പട്വർദ്ധൻ്റെ സിനിമ, രോഹിത് വെമുലയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി, അതുപോലെ തന്നെ കാശ്മീർ എന്ന് പറയുന്നത് കാശ്മീർ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെൻ്ററി, ഇതൊക്കെ തന്നെ നിരോധിച്ചു. പക്ഷേ നമ്മൾ കോടതിയിൽ പോയി, ചലച്ചിത്ര അക്കാദമി കോടതിയിൽ പോയി കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് അനുമതി കിട്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് എല്ലാ ക്യാമ്പസുകളിലും ആ ഡോക്യുമെൻ്ററികൾ പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾ തന്നെ പല വേദികളിൽ, എനിക്ക് കോഴിക്കോടൊക്കെ തന്നെ അത് പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത്ര പാരലായിട്ടുള്ള പ്രദർശനങ്ങൾ ചലച്ചിത്ര അക്കാദമി ആ സമയത്ത് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ അതാണെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എനിക്കെതിരെ നടത്തിയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. സാഹിത്യ അക്കാദമിയൊക്കെ ആ സമയത്ത് അതുപോലെ എല്ലാ അക്കാദമികളും അത്തരം പോരാട്ടങ്ങളും നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മളങ്ങനെ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിട്ട് പക്ഷേ അത് എങ്ങും ഫലം കാണാതെ ഇരിക്കുമ്പോൾ ഇപ്പോൾ സിനിമയിൽ എന്താണ് നടക്കുന്നത് നമുക്കറിയാം. ഇപ്പോൾ സാഹിത്യത്തിൻ്റെ കാര്യം ഞാനിവിടെ പറഞ്ഞു, നമുക്ക് പറയേണ്ടതെന്നെ അറിയാം. ഇപ്പോൾ എന്താ പറയുക, ആൾക്കൂട്ടക്കൊലയ്ക്കെതിരെ സാർ ഒപ്പിട്ടുണ്ടായിരുന്നോളൂ അല്ലേ, സച്ചിൻ മാഷ് ഒപ്പിട്ടുണ്ടായിരുന്നോളൂ. അങ്ങനെ ഒരുപാട് പേര് ഒപ്പിട്ട ആ ഒരു ലെറ്റർ അവിടെ അടൂർ ഗോപാലകൃഷ്ണനും ഒപ്പിട്ടിരുന്നു. അടൂർ സാർ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് പാകിസ്ഥാനിൽ പോകാൻ പറഞ്ഞ്, കാരണം ആ സമയത്ത് അത് നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് പാകിസ്ഥാൻ, അടൂർ സാറിനോടും പറഞ്ഞു പാകിസ്ഥാനിൽ പോകാനായിട്ട്. അപ്പോൾ അടൂർ സാറ് എന്നോട് ഇവിടുത്തെ തൃശ്ശൂരുള്ള ഒരു BJP-കാരൻ അദ്ദേഹത്തോടും പാകിസ്ഥാനിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ അടൂർ സാർ എന്നെ വിളിച്ചിട്ട് പറയണേ, അല്ല കമല നമുക്ക് ഒരുമിച്ച് അങ്ങ് പോയാലോ, അവിടെ പോയിട്ട് IFFK ഒക്കെ തുടങ്ങിയാലോ, ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയാലോ പാകിസ്ഥാനിൽ എന്ന് പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഉറുദു പറഞ്ഞൂടാ, സാറിനറിയാമോ പാകിസ്ഥാനിൽ ആരെങ്കിലും പരിചയമുണ്ടോ? എനിക്കറിയാവുന്ന ഗുലാം അലിയും മെഹദി ഹസനൊക്കെയാണ്, വേറെ ആരെയും എനിക്കറിയില്ല. നൂർജഹാൻ പണ്ട് നേരുന്ന കാരണം സംഗീതത്തിലൂടെ ശ്രേഷ്ഠമുള്ളതുകൊണ്ട് ഇവരൊക്കെ എനിക്കറിയുള്ളായിരുന്നു. അപ്പോൾ ബാക്കി ആരെയും നമുക്കറിയില്ലോ സാറേ, ഇവരാരും ജീവിച്ചിരിപ്പില്ല. ഗുലാം അലി ജീവിച്ചിരിപ്പുണ്ട്, ബാക്കി ആരും ജീവിച്ചിരിപ്പില്ലല്ലോ സാറേ എന്ന് പറഞ്ഞു. അവിടുത്തെ ഫിലിം മേക്കേഴ്സിനെ പോലും നമുക്കറിയില്ല. കാരണം അവിടുത്തെ സിനിമകൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിലും ഫിലിം ഫെസ്റ്റിവലിൽ, പക്ഷേ ഒരുപാട് സെൻസർഷിപ്പിക്കും, പക്ഷേ ഫിലിം മേക്കേഴ്സിനെ ആരെയും നമുക്കറിയില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ പറഞ്ഞ് ചിരിക്കുമായിരുന്നു പറയണേ.